മീറ്റ് സിയ ആൻഡ് മറിയ. മുംബൈയിൽ ജനിച്ചു വളർന്ന ഫാഷൻ ഡിസൈനിങ് പഠിച്ച LGBTQ സ്പെക്ട്രത്തിലുള്ള ഒരു മലയാളി പെൺകുട്ടി. പഠനത്തിന് ശേഷം നിലവിൽ ട്രിവാൻഡ്രം സിമാവയിൽ ഫാഷൻ ഡിസൈനിങ് ചെയ്തു വരുന്നു. എന്റെ ഒരു ഫോളോവറും കൂടിയായ സാനിയ എന്ന് പറയുന്ന പെൺകുട്ടി ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കാൻ നേരത്താണ് സിയ ആൻഡ് മറിയ അഥവാ സാനിയ വിളിക്കുന്ന പോലെ ദീദിയെ പരിചയപ്പെടുന്നത്. ഒരു കോണ്ടന്റ് ക്രിയേറ്ററും കൂടെ ആയിരുന്ന സാനിയയ്ക്ക് ഒരു ഫാഷൻ ഡിസൈനറിന്റെ അടുത്ത് വന്നിരിക്കാവുന്ന കൊളാബ് എന്ന് വിചാരിച്ചു തുടങ്ങിയ ഒരു കോൺവെർസേഷൻ ഇന്ന് സാനിയ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് സാനിയയുടെ ഫോണിന്റെ വാൾപേപ്പറാണ് ദീദി. എന്തിനെക്കുറിച്ച് സംസാരിക്കാനും എന്തിനെക്കുറിച്ച് ചിന്തിക്കാനും പറ്റുന്ന ഒരു സ്പേസും ഫ്രീഡവും ഇവർ തമ്മിൽ ഉണ്ടായി കഴിഞ്ഞിരുന്നു ഈ കാലഘട്ടത്തിലെല്ലാം. ദീദിയുടെ ഗേൾഫ്രണ്ടിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് കഥ മാറുന്നത്. ദീദിയും ദീദിയുടെ ഗേൾഫ്രണ്ടിനും കൂടെയുള്ള പ്രശ്നങ്ങൾ മുറിക്കുന്ന അവസ്ഥയിലെത്തുന്നു. ദീദിയുടെ ഗേൾഫ്രണ്ട് ഉപേക്ഷിക്കുന്നു. ആ മനോവേദനയിൽ ദീദി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ദീദിയുടെ വീട്ടുകാർ മുംബൈയിൽ നിന്ന് തിരിച്ചെത്തുന്നു. ദീദിയെ തിരിച്ച് മുംബൈ കൊണ്ടുപോകുന്നു. അതിന്റെ പലയിടത്തും സാനിയ ദീദിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ എല്ലാം തോൽവി ചെന്ന് അവസാനിക്കും. ഒടുവിൽ ഒരു ദിവസം ദീദിയുടെ ഒരു കോമൺ ഫ്രണ്ട് വഴി മിസ്റ്റർ എബിൻ രാജ് വഴി സാനിയ അറിയുന്നു ദീദി മരിച്ചുവെന്ന്. ഒരു ഫാമിലി കൂടെ ആയിരുന്ന ദീദിയുടെ മരണം സാനിയയ്ക്ക് താങ്ങുന്നതിന്റെ അപ്പുറമായിരുന്നു. ആ കുട്ടി വലിയൊരു ഡിപ്രഷനിലോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അക്കൗണ്ട് നോക്കിയപ്പോൾ ഒരു ഫാഷൻ ഡിസൈനർ ആണ്, സിവാമയിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ എന്തേലും വല്ല കൊളാബോ അങ്ങനെ എന്തെങ്കിലും ആണോ? എനിക്ക് മെസ്സേജ് അയച്ചു. ഈ പ്രൊഫൈലിന് പുറകെ ഞാൻ പോയപ്പോൾ ഈ പ്രൊഫൈലിൽ ചെന്ന് നിന്നത് കൃതി എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ യുവതിയുടെ അടുത്തായിരുന്നു. ഈ പറയുന്ന ആ അക്കൗണ്ടിൽ ദീദിയുടെ അക്കൗണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഫോട്ടോകളും ഫേക്കും, ആ അക്കൗണ്ട് ഫേക്ക് ആണെന്ന് മനസ്സിലായി. കൂടുതൽ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും വ്യക്തമായി എബിൻ രാജ് എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന കൃതി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സോ എല്ലാവരും ചിന്തിക്കുന്ന പോലെ ഞാനും ചിന്തിച്ചു, മേ ബി എബിൻ ഇസ് ബിഹൈൻഡ് ഓൾ ദിസ്. ഞങ്ങൾ നിയമവും കോടതിയും അല്ലാത്തത് കാരണം ഇത് ഞങ്ങൾ നിയമത്തിന്റെ കയ്യിലോട്ട് വിട്ടു. ഈ പറയുന്ന അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും യഥാർത്ഥ അക്കൗണ്ടും എബിൻ രാജിന്റെ അക്കൗണ്ടും എല്ലാവരുടെ അക്കൗണ്ടും ഇപ്പോൾ നിലവിൽ കാക്കനാട് സൈബർ ക്രൈമിന്റെ കയ്യിൽ കൊടുത്തതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി എന്താകുമെന്ന് കാണാം.